അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരു രീതിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ പാർട്ടിയെ നയിച്ച കാലം മുതൽക്ക് അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട വളരെ കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്തത്. പഴയ പാർട്ടിയുടെ സെക്രട്ടറി നിൽക്കുകയല്ല. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് CITUവിൻ്റെ പല നേതാക്കളും പുറത്താക്കപ്പെട്ടു ഒരു ഘട്ടത്തിൽ. പിന്നീട് അടുത്ത ഘട്ടത്തിൽ VS അച്യുതാനന്ദനായി ബന്ധമുള്ള എല്ലാവരും ഈവൻ C കണ്ണനെ പോലുള്ള ആളുകളെ പോലും അതെ. ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്തുണ്ടായിരുന്ന ആളാണ്. ഭരതേട്ടനെ ഒക്കെ പുറത്തു ഭരതൻ. VSനെ പോലും ചക്രശ്വാസം വലിപ്പിക്കുകയാണ് ചെയ്തത്. VS അച്യുതാനന്ദനെ പോലെ ഈ പാർട്ടി സ്ഥാപിച്ച ഒരാൾക്ക് ആ പാർട്ടിയിൽ പിണറായി വിജയൻ സെക്രട്ടറി ആയതിനു ശേഷം ഉണ്ടായ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കാതിരുന്നു, പിന്നെ ടിക്കറ്റ് കൊടുത്തു, മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രിയായപ്പോഴും ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. അല്ല, അത് തീർച്ചയായും പിണറായി വിജയന്റെ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ മാത്രമല്ല, പിണറായി വിജയന്റെ കൊണ്ട് സഹകരിച്ച് നിൽക്കുന്ന പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ഉത്തരവാദിത്വം യാതൊരു സംശയമാണ്. പാർട്ടി അണികൾ അതിനോട് ശക്തമായിട്ട് റിയാക്ട് ചെയ്തോളൂ, ശരിയാണ്. പക്ഷേ അതിലുള്ള പ്രശ്നം ഇത് പിണറായി വിജയന്റെ മാത്രം ഉത്തരവാദിത്വമാണോ?